ഹായ്, അത് ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആണ്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിരിക്കുകയാണ് മേക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് ദിവസമായി മേക്കപ്പ് വീഡിയോ ഇടണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഫസ്റ്റ് മേക്കപ്പ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ മോയ്സ്ചറൈസർ എടുത്തേ. ഒരു ക്രീം ഹിമാലയയുടെ ആയിരുന്നു കേട്ടോ മോയ്സ്ചറൈസർ ക്രീം. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് അങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് സ്പ്രെഡ് ചെയ്ത് കുറേ നാളായിട്ട് ഞാൻ ഇത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കണേ. നല്ല മോയ്സ്ചറൈസിങ് ക്രീമാണേ. അപ്പോൾ നന്നായിട്ട് എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. ഇത് തേച്ച പിന്നെ ഈ ഡ്രൈനെസ്സൊക്കെ കുറച്ചൊക്കെ എന്നല്ല കുറേയൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുളി കഴിഞ്ഞാൽ എന്നും ഇതിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പൗഡർ ഇടും, അങ്ങനെയാണേ. പിന്നെ മേക്കപ്പിന് മുന്നും ഇതിടും കേട്ടോ. എൻ്റെ കയ്യിൽ കുറേ അങ്ങോട്ട് വലിച്ചു വാരിയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നുമില്ല. ഞാൻ പണ്ട് തൊട്ടേ യൂസ് ചെയ്യണ സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം മോയ്സ്ചറൈസർ പുരട്ടി പിന്നെ ഒരു ഫൗണ്ടേഷൻ ലാക്മിയുടെയാണ്. അത് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ആദ്യം കൈമ കുറച്ചെടുത്തിട്ട് ആ കൈമ ഒന്ന് ഈ സ്പോഞ്ച് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ പരട്ടി കൊടുക്കുകയാണ്. ഈ മോയ്സ്ചറൈസർ അല്ല, ഈ ഫൗണ്ടേഷൻ എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ലാക്മിയുടെയാണ് ഫൗണ്ടേഷൻ. ഞാൻ കല്യാണിയിൽ നിന്നാണ് ഇത് വാങ്ങിക്കാറുള്ളത്. ഇത് കുറേ നാൾ നിൽക്കും കേട്ടോ എൻ്റെ കയ്യിൽ. ഏകദേശം ഒരു വർഷത്തോളമൊക്കെ ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ അധികം അങ്ങനെ പുറത്ത് പോകുമ്പോൾ അങ്ങനെ കല്യാണം അങ്ങനത്തെ ഫങ്ഷന് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം തൃശ്ശൂർക്കൊക്കെ പോകുമ്പോൾ ടൗണിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഉപയോഗിക്കും. അല്ലാണ്ട് അങ്ങനെ എന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല കേട്ടോ ഞാൻ. അപ്പോൾ അത് കുറച്ച് നാൾ എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും. ഒരെണ്ണം വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നല്ലപോലെ എല്ലായിടത്തും പുരട്ടി കൊടുക്കുകയാണ്. ഈ ഡോട്ട് ഇട്ടിട്ടാണ് ഞാൻ ആദ്യം പരട്ടാറ്. പക്ഷേ പിന്നെ ഈ സ്പോഞ്ച് കൊണ്ട് പരട്ടി തുടങ്ങിയപ്പോൾ ഇത് മറ്റേതിനേക്കാളും ഈ ഡോട്ട് ഇട്ട് പരട്ടണേക്കാളും നല്ലതായിട്ട് എനിക്ക് കുറച്ചും കൂടെ ഇതാണ് കേട്ടോ നല്ലതായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അതും ലാക്മിയുടെ തന്നെയാണ് കേട്ടോ. അതും ഇത് രണ്ടും ഞാൻ ഒരുമിച്ചാണ് കേട്ടോ മേടിച്ച കല്യാണിയിൽ നിന്ന്. ഇപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഇത് തന്നെ. ഈ കോമ്പാക്ട് പൗഡർ കഴിയാറായി, ഇനി വേറൊരെണ്ണം വാങ്ങണം. ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ് ഈ കോമ്പാക്ട് പൗഡർ കൂടെ ഇട്ടാലാണ് കേട്ടോ കറക്റ്റ് ഒരു ഇതിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കണേ. അതിന് ശേഷം പിരികനൊന്ന് എഴുതി കൊടുക്കുക. എൻ്റെ പിരികൻ ആദ്യം ഭയങ്കര തിന്നായിരുന്നു കേട്ടോ. ഇപ്പോഴും തിന്ന തന്നെയാണ്, പക്ഷെ മുമ്പത്തേക്കാളും കുറച്ചും കൂടെ അവിടെ ഇവിടെയൊക്കെ കുറച്ചും കൂടെ ഈ ഐബ്രോസൊക്കെ കുറച്ചും കൂടെ വളർന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇത്തിരി കട്ടിക്ക് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് ചെയ്യണ ചേച്ചിമാർ പറയും അത്രയ്ക്ക് ഇല്ല എന്നൊക്കെ. അപ്പോൾ ഇതിനേക്കാളും ഭയങ്കര തിന്നായിരുന്നു കേട്ടോ പിരികൻ. ഇപ്പോൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഐബ്രോ എഴുതിയതൊക്കെ ഇങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ആ പെൻസിലുകൊണ്ട് തന്നെ ഈ കൺമഷിയിലൊന്ന് തൊട്ടിട്ട് അങ്ങനെ കണ്ണെഴുതുക. ആദ്യം ഞാൻ കണ്ണെഴുതിയിരുന്നത് ബഡ്സ് കൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ട്രിക്ക് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ ബഡ്സിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത് എനിക്ക് ഈ ഐബ്രോൻ്റെ ആ പെൻസിൽ ഇതിൽ ഒന്ന് വെറുതെ തൊട്ടിട്ട് അങ്ങനെ കണ്ണെഴുതി കൊടുക്കണം. ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു മെത്തേഡാണ് കേട്ടോ ഫോളോ ചെയ്യണത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഇങ്ങനെ പിന്നെ ബഡ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് വീതിയിൽ വരും. ഇതിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടണില്ല, എന്നാലും എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് ഇത് വെച്ച് ചെയ്യുമ്പോൾ ഇത് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഐലൈനറാണ്. ഐലൈനർ എഴുതി കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒന്ന് പരന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മായ്ക്കാനും മായ്ച്ചിട്ട് പോകില്ല. അപ്പോൾ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ എഴുതണേ. പണ്ടൊക്കെ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ എന്നും ഐലൈനർ എഴുതുമായിരുന്നു. ഇപ്പോൾ വല്ലപ്പോഴും ഒരിക്കലായിട്ടാണ് എഴുതൽ. എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയുന്നത് നീ എന്നും ഇങ്ങനെ ഐലൈനർ എഴുതി കഴിഞ്ഞാൽ നിൻ്റെ കണ്ണ് കേടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവർ ചീത്ത പറയട്ടെ, എനിക്ക് എന്നും ഐലൈനർ എഴുതിയിട്ട് സ്കൂളിൽ പോകണതാട്ടെ.
കേട്ടോ ഭയങ്കര ഇഷ്ടം. ഐലൈനർ കൊണ്ട് പൊട്ടും. പിന്നെ ഈ ഐലൈനർ താഴത്തൊന്നും കണ്ണിൻ്റെ താഴത്തൊന്നും എഴുതില്ല, ഈ മുകളിൽ മാത്രം ഇങ്ങനെ എഴുതി കൊടുക്കും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ കൺമഷി തന്നെയാട്ടോ ഉപയോഗിക്കാറ്. എങ്ങടേലും കല്യാണം അങ്ങനെ വേറെ വല്ല ഫങ്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴേ ഞാൻ ഐലൈനർ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കൺമഷി തന്നെ ഇങ്ങനെ എഴുതി വിടും, അത്രയേ ഉള്ളൂ. എൻ്റെ മോൾക്കൊക്കെ ഐലൈനർ എഴുതാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. എത്ര നേരം വേണമെങ്കിലും അവൾ ഇങ്ങനെ ഐലൈനർ എഴുതി കൊടുത്ത് കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കും. എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരുന്നോളൂ. ഒരു വട്ടം ഐലൈനർ ഇങ്ങനെ എഴുതി 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 ആൾ കണ്ണടച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ മോൾക്ക് മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കണ ഈ ഫൗണ്ടേഷനും ഈ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെയൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായ കാരണം ഞാൻ അവൾക്ക് കിട്ടാണ്ട് ഒളിപ്പിച്ചൊക്കെ വെക്കണ സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അല്ലാണ്ട് അവൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞ് മറ്റേ ഇതുണ്ടല്ലോ, എന്താ കപ്പ് സെറ്റും പിന്നെ ചെറിയ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെയൊക്കെ അവൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കണ സംഭവങ്ങളാണ് കേട്ടോ. എങ്ങടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഞാനിതൊക്കെ എടുക്കാറുള്ളൂ. അങ്ങനെ നമ്മുടെ കണ്ണും ഒക്കെ എഴുതി കഴിഞ്ഞ് ഭംഗിയുണ്ട് കണ്ണെഴുതിയത് കാണാനായിട്ട്. ഇപ്പോൾ എനിക്ക് ക്യാമറയിലായ കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവാത്ത പോലെ എനിക്ക് തോന്നി. അടുത്തത് ലിപ്സ്റ്റിക്ക് ഇടാണ്. ഇത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ പുതിയത് മേടിച്ച ലിപ്സ്റ്റിക്കാണ്. എൻ്റെ കയ്യിൽ ലാക്മിയുടെ ഏകദേശം ഈ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. ലാക്മിയുടെ ഈ ഒരു കളറ്, ഒരു ബ്രൗൺ ആ ഒരു കളറ്. പക്ഷേ എനിക്കത് എവിടെ പോയിട്ട് ആ ഒരു കളറ് കിട്ടണില്ല കേട്ടോ. അവസാനം ഞാൻ ഡാസ്ലർ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കണേ. എന്നാലും ഇത് കുഴപ്പമില്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറ്. പിന്നെ അടുത്തത് എൻ്റെ ഒരു ഡാർക്ക് പിങ്കാണ്. അതെനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് കേട്ടോ. അത് ലാക്മിയുടെയാണ്. അപ്പോൾ അത് ബ്രൗൺ തിരഞ്ഞു പോയപ്പോൾ എനിക്ക് ആ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് കിട്ടി. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഒരു പൊട്ടും കൂടെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുഞ്ഞ് പൊട്ടാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വലിയ ഗോപി, പിന്നെന്താ വലിയ വട്ടം ബ്ലാക്ക് കളറാണ് കേട്ടോ കുത്താറ്. ഇപ്പം ഞാൻ കുഞ്ഞേ പൊട്ടുകളാക്കിയിട്ടാ. എനിക്കിപ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നത് കുഞ്ഞേ പൊട്ടുകളാണ്. പണ്ട് ഈ മറ്റേ കാവ്യമാധവൻ്റെ സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെ കടത്ത വലിയ പൊട്ടൊക്കെ തൊട്ടിട്ട് ആദ്യം നടക്കാറുണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ പൊട്ടുകളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെ ഒക്കെ പൊട്ടുകളോടുള്ള ഇഷ്ടമൊക്കെ കുറഞ്ഞ് ചിലപ്പോൾ പൊട്ടേ കുത്താറില്ല കേട്ടോ. അങ്ങനെ ഈ കമ്മൽ ഭംഗിയില്ലേ, ഞാൻ ഒരു ഇനോഗ്രേഷന് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ച കമ്മലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കമ്മലാണ്, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഓണത്തിന് സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഇടാനായിട്ട് ഞാൻ മേടിച്ച കമ്മലാണ്. എൻ്റെ റെഡായിരുന്നു ബ്ലൗസ്, ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് റെഡ് ബ്ലൗസ്. അപ്പോൾ അതിന് മാച്ചായിട്ട് ഞാൻ മേടിച്ച കമ്മലാണ് ഈ റെഡ് ജിംക്കി. അടുത്തത് ഈ ഒരു മാല ഞാൻ കുറേ പേരുടെ കഴുത്തിൽ കണ്ടിട്ട് ആഗ്രഹിച്ച് കുറേ സ്ഥലത്ത് തിരഞ്ഞിട്ട് എനിക്ക് കിട്ടിയ മാലയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ട വഴിക്ക് ഞാൻ അപ്പം തന്നെ അത് എടുത്തു. എനിക്ക് അത്രയ്ക്കും കുറേ ആൾക്കാരെ കഴുത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മാല. അപ്പോൾ അത് അത്രയും ഇഷ്ടമായ കാരണം ഞാൻ ആ മാല എടുത്തു കേട്ടോ. ഇനി വളയും കൂടെ ഇടണം, പിന്നെ മുടിയും കെട്ടണം, അത്രയേ ഉള്ളൂ കേട്ടോ. വള ഞാൻ മുമ്പ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഓണത്തിന് മേടിച്ച് വെച്ചതാണ്. മാച്ചിങ് ആയിട്ട് റെഡായിട്ട് ഇടാനായിട്ട് ഞാൻ മുമ്പേ തന്നെ മേടിച്ച് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ് കേട്ടോ, അധികം പ്രൊഡക്ട്സ് ഒന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.